നമസ്കാരം. മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട കാര്യം മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ ഈ കൂടിക്കാഴ്ച വെറുതെ ആയിരുന്നില്ല. വമ്പൻ വികസന പദ്ധതികളാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മാറിപ്പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ അനന്തരഫലം എന്ന് കൂടി നമുക്ക് നോക്കാം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ള ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി ഗേറ്റ്സ് ചർച്ച നടത്തിയിരുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനും ഇന്ത്യൻ സർക്കാരും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചാണ് അവരുടെ സംഭാഷണം കേന്ദ്രീകരിച്ചത്. ഇന്ത്യയിലെ മാതൃ ആരോഗ്യം, രോഗപ്രതിരോധം, ശുചിത്വ ശ്രമങ്ങൾ എന്നിവയെ മെച്ചപ്പെടുത്തുന്നതിൽ ഫൗണ്ടേഷൻ പങ്കിനെ നദ്ദ അംഗീകരിച്ചു. എല്ലാ പൗരന്മാർക്കും താങ്ങാവുന്നതും ആക്സസ് ചെയ്യാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ഞങ്ങളുടെ സഹകരണ ധാരണാപത്രം പുതുക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നതായും നദ്ദ എക്സിൽ പറഞ്ഞു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൃഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള AI അധിഷ്ഠിത പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി ഗേറ്റ്സ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡുവിനെയും കണ്ടു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന ദർശനമായ സ്വർണ്ണ ആന്ധ്രാപ്രദേശ് 2047 പിന്തുണയ്ക്കാനുള്ള ഫൗണ്ടേഷന്റെ കഴിവിൽ നായിഡു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ സന്ദർശന വേളയിൽ ഗേറ്റ്സ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും ചർച്ച നടത്തി. കൃഷി, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള AI ആപ്ലിക്കേഷനുകളെ കുറിച്ചായിരുന്നു ചർച്ചകൾ. മികച്ച വിളകൾക്കുള്ള AI പരിഹാരങ്ങൾ, ശക്തമായ ആരോഗ്യ സംരക്ഷണം, മികച്ച വിദ്യാഭ്യാസം, കാലാവസ്ഥ പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ AI മിഷനും ഗേറ്റ്സ് ഫൗണ്ടേഷനും തമ്മിലുള്ള ധാരണാപത്രം ഉടനുണ്ടാകും. കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിനിടയിൽ ഗേറ്റ്സ് പാർലമെന്റും സന്ദർശിച്ചു. കാർഷിക സാങ്കേതിക വിദ്യകൾ, ഭക്ഷ്യസുരക്ഷ, ഗ്രാമവികസനം എന്നിവ പരിവർത്തനം ചെയ്യുന്നതിൽ AIയുടെ പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെയും കണ്ടു. ഗേറ്റ്സ് ഫൗണ്ടേഷൻ കൃഷി, ഗ്രാമവികസന മന്ത്രാലയവുമായി സഹകരിക്കുന്നത് തുടരുന്നു. പുതിയ സംരംഭങ്ങളും പരിഗണനയിലാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ആരോഗ്യ, കൃഷി, വിദ്യാഭ്യാസ മേഖലകളിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വൻ പരിവർത്തനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് സാരം. മോദിയുമായി നടത്തിയ ചർച്ചകൾ വൻ വിജയമാണെന്നും ബിൽ ഗേറ്റ്സ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.